ഞാൻ 2016 ബികോം കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം ഇപ്പം CMA USA എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കാൻ പ്ലാൻ ഇട്ടു. CMA USA ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിന് GCC കൺട്രീസിൽ നല്ല വാല്യൂ ഉണ്ട്, നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. ഈ ഒരു കോഴ്സ് ചെയ്തതോടുകൂടി കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് കിട്ടി. അത് എനിക്ക് ടീം മാനേജ്മെന്റിനും ക്ലൈന്റ് മാനേജ്മെന്റിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. ഞാൻ റോഷൻ സൗദി അറേബ്യ ദമാമിലെ ടാസ് ആൻഡ് ഹംജിത്ത് കൺസൾട്ടൻസി ഫേമിൽ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ ഹോം ടൗൺ കാലിക്കറ്റ് ആണ്. ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്തത് അൽഫാറൂഖിലാണ്. CMA USA ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ്. ഇയർലി 3 വിൻഡോയിലായിട്ട് എക്സാം നടക്കുന്നുണ്ട്. എക്സാമിന്റെ ഡേറ്റ് നമുക്ക് ഏറ്റവും കോൺഫിഡന്റും നമുക്ക് കംഫർട്ടും ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് അത്രയും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. തിരി ഒന്ന് മെനക്കെട്ടുണ്ടെങ്കിൽ ഒരു 1.5 വർഷം 2 വർഷം കൊണ്ട് CMA USA നമ്മുടെ കയ്യിലേക്ക് കൊണ്ട് പോയി. ഞാൻ 2016 ബികോം കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം ഇപ്പം CMA USA എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസിഷൻ മേക്കിങ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. പഠിക്കണോ വേണ്ടേ, എടുക്കണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ വൺസ് ഞാൻ അതിൽ ലോഗിൻ ചെയ്തതിനു ശേഷം, ഞാൻ പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണോ ബികോമിനൊക്കെ പഠിച്ചത് അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സിലിരിക്കുന്നത് കുറച്ചും കൂടിയും നമ്മളൊന്ന് എഫേർട്ട് ഇടണം, കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആവണം. ആ ബുക്സും മെറ്റീരിയൽസും ഒക്കെ അതിലൊരു ടച്ച് ഉണ്ടാവണം. അത്രേ എനിക്ക് ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളൂ. എന്റെ വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഇങ്ങനൊരു കോഴ്സ് എന്റെ ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വർക്ക് ലൈഫും എന്റെ ഫാമിലി ലൈഫും ഒക്കെ ഇതിനൊക്കെ എങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്യും, എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ ഒരു കോഴ്സ് എടുത്താൽ മാത്രം പോലെ നമുക്ക് പഠിക്കാനുള്ള ടൈമും കാണണം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന് പലതിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി. പക്ഷെ പിന്നെ അത് ഓൺ ട്രാക്ക്. CMA USA എങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം വലിയൊരു ടാസ്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുക്കും എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ 2016 ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡെപ്തിൽ കോൺസെപ്ച്വലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കൺസേണിലാണ് ഞാൻ സെർച്ച് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സിനോടും ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ്. നല്ല ക്ലാസ്സും നല്ല ഫെസിലിറ്റി എവിടെയാണോ ഉള്ളത് ആ രീതിയിൽ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അലയൻസ്. ആ ഒരു സെലക്ഷൻ ബെസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈൻ ബാച്ച് സെലക്ട് ചെയ്തതിന്റെ കാരണം ഒന്ന് അതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇനി 1-2 ദിവസം, ഇനി കുറച്ച് ദിവസം നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. അതൊക്കെ കറക്റ്റ് നമ്മൾ ഫാക്കൽറ്റീസ് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് വെക്കും. നമുക്ക് അതന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ലെങ്കിൽ മെന്റർ സപ്പോർട്ട്സ് ഉണ്ട്. എന്ത് കാര്യങ്ങൾക്കും എന്ത് സപ്പോർട്ടിനും മെന്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിന്റെ കൂടെ ഒരു കോഴ്സും കൂടി ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ പിന്നെ ഞാൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മാക്സിമം എല്ലാ ക്ലാസ്സസും ലൈവായിട്ട് തന്നെ കേൾക്കാൻ ശ്രമിച്ച്. ഇൻ കേസ് മിസ്സായി പോവാണെങ്കിലും ഞാൻ അതിന്റെ റെക്കോർഡിങ്സ് തൊട്ടടുത്ത ദിവസം തന്നെ കാണും. പിന്നെ എനിക്ക് ഈ കോഴ്സിന്റെ വാല്യൂം ഇതിന്റെ ഒരു ഡിമാൻഡും ഗ്ലാമറൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ കോഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. CMA USA ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിന് GCC കൺട്രീസിൽ നല്ല വാല്യൂ ഉണ്ട്. മോണിറ്ററി ആയിട്ടും അല്ലാണ്ടും നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് CMA USA-കാർക്ക് കിട്ടുന്നത്. പഠിച്ചിരുന്ന കുറെ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഔട്ട്ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കോഴ്സ് ചെയ്തതോടുകൂടി കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് കിട്ടി. അത് എനിക്ക് ടീം മാനേജ്മെന്റിനും പിന്നെ ക്ലൈന്റ് മാനേജ്മെന്റിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. എൻ്റെ ഒരു സ്റ്റഡി റൂട്ടീൻ എന്ന് പറഞ്ഞാല് ഞാൻ മാക്സിമം എല്ലാ ക്ലാസ്സസും ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസം ഓരോ ദിവസത്തെ പോർഷൻസും റിവൈസ് ചെയ്യും, അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഒരു 1 hour 1.5 hours ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ പക്ഷെ ഇതൊന്നും പോരാ, നമ്മളൊരു എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ഹവേഴ്സ് ഇരിക്കേണ്ടി വരും. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് ഈ ഒരു CMA USA-ന്റെ കോഴ്സിനോട് നമ്മൾ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും ചെയ്യും. ഒരു ഫാക്കൽറ്റീസ് ആണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തരും. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഹെഡേക്ക് ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വൺസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനാലിസിന്റെ ടീം നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് IMA രജിസ്ട്രേഷൻ ചെയ്യാനുള്ളതാണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനത്തെ വേറൊരു യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവരെ ഗൈഡൻസും അവരെ ഫോളോ അപ്പും തന്നെ ഉണ്ടാവും.
നമുക്ക് ഓരോ സമയത്ത് നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും അതിന്റെ റിമൈൻഡേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എനിക്കാണെങ്കിലും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ അതത് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ടൈംലി വരും. ഇപ്പോഴും ലേറ്റ് ആയി എന്ന് വിചാരിക്കുന്നവരോട്, ലേറ്റ് ആയിട്ടില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കോഴ്സിന് ഞാൻ തിരഞ്ഞെടുത്ത് അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അലയൻസ് ബെസ്റ്റ് ആണ്.